പ്രേമലുവിൽ നെസ്ലിനും അമിതയും പറത്തിക്കൊണ്ടുപോകുന്ന ചുവപ്പ് നിറത്തിലുള്ള സ്റ്റൈലിഷ് സ്കൂട്ടർ ശ്രദ്ധിച്ചിരുന്നു. യുവത്വത്തിന്റെയും പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും കഥ പറയുന്ന പ്രേമലുവിന് ഇതിനോടകം തന്നെ വലിയ ശ്രദ്ധ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സച്ചിനും രേണുവിനും കൂട്ടുകാർക്കുമൊപ്പം അവരുടെ സ്കൂട്ടറും ശ്രദ്ധേയമാവുകയാണ്. ആ സ്കൂട്ടർ വിശേഷമാവാം ഇന്ന്. പ്രേമലുവിൽ നസ്ലിനും അമിതയും പറത്തിക്കൊണ്ടുപോകുന്ന ചുവപ്പ് നിറത്തിലുള്ള സ്റ്റൈലിഷ് സ്കൂട്ടർ. മുഖച്ഛായയിലുള്ള വ്യത്യാസം തന്നെയാണ് ഈ സ്കൂട്ടറിനെയും ശ്രദ്ധേയമാക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട് ആളുകൾ സെർച്ച് ചെയ്ത ഇലക്ട്രോണിക് സ്കൂട്ടറിന്റെ പേരാണ് ഇൻഡി. ബാംഗ്ലൂർ ആസ്ഥാനമാക്കിയിട്ടുള്ള റിവർ സ്റ്റാർട്ടപ്പാണ് ഈ EV സ്കൂട്ടർ വിപണിയിലെത്തിച്ചത്. കറുപ്പ്, നീല, മഞ്ഞ, ചുവപ്പ് എന്നീ നിറങ്ങളിൽ മാർക്കറ്റിലെത്തുന്ന ഇൻഡിയുടെ വില ഏകദേശം 1.38 ലക്ഷം രൂപയാണ്. 1.25 ലക്ഷം രൂപയാണ് തുടക്കമെങ്കിലും പിന്നീട് അത് വർദ്ധിക്കുകയായിരുന്നു. ടാക്സും ഇൻഷുറൻസും ചേർത്ത് വണ്ടി റോഡിലെത്തുന്നതോടെ ഈ വില ഏകദേശം 1.70 ലക്ഷമാകും. അരവിന്ദ് മണിയും വിപിൻ ജോർജും ചേർന്ന് 2021 മാർച്ചിലാണ് റിവർ എന്ന സ്റ്റാർട്ടപ്പ് ആരംഭിക്കുന്നത്. 2 വർഷത്തിനുള്ളിൽ തന്നെ ഇൻഡി എന്ന ഇലക്ട്രോണിക് സ്കൂട്ടറുമായി ഇവർ വിപണിയിലെത്തി. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലാണ് ഇന്ത്യയെ ഇരുവരും ചേർന്ന് വിപണിയിലേക്ക് എത്തിക്കുന്നത്. സ്കൂട്ടറുകളുടെ SUV എന്നായിരുന്നു അന്ന് റിവർ ഇൻഡിയെ വിശേഷിപ്പിച്ചിരുന്നത്. മുന്നിലും പിന്നിലുമായി 14 ഇഞ്ച് വലിപ്പമുള്ള ചക്രങ്ങളുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഈ സ്കൂട്ടർ എന്ന പ്രത്യേകതയും ഇന്ത്യക്ക് സ്വന്തമാണ്. കർണാടകയിലെ ഹോസ്കോട്ടിലുള്ള പ്ലാന്റിൽ നിന്ന് 2023 ഓഗസ്റ്റ് അവസാനത്തോടെയാണ് റിവർ മൊബിലിറ്റി അതിന്റെ ആദ്യ ഉൽപ്പന്നമായ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കുന്നത്. ഒക്ടോബർ മുതലാണ് പുതിയ വാഹനത്തിന്റെ വിൽപ്പന ആരംഭിച്ചതും. ബാംഗ്ലൂരുവിലെ പ്ലാന്റിലാണ് റിവർ കമ്പനി ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾ പൂർണ്ണമായും രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്തത്. 2024 ജനുവരിയിലാണ് കമ്പനിയുടെ ആദ്യ സ്റ്റോർ ബാംഗ്ലൂരിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. വാഹന ലോകത്തെ ഞെട്ടിച്ച് അടുത്തിടെ ജപ്പാനീസ് ഇരുചക്ര വാഹന ബ്രാൻഡായ യമഹ റിവർ മൊബിലിറ്റിയിൽ വൻ നിക്ഷേപം നടത്തിയതോടെ ഇന്ത്യ വാഹന വിപണിയിൽ വൻ കുതിപ്പാണ് നേടിയത്. ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ റിവർ മൊബിലിറ്റി കൈവരിച്ച പുരോഗതി തങ്ങളെ ആകർഷിച്ചുവെന്ന് യമഹ മോട്ടോർ കമ്പനി ലിമിറ്റഡിലെ ന്യൂ ബിസിനസ് ഡെവലപ്മെന്റ് സെന്റർ ചീഫ് ജനറൽ മാനേജർ ഹാജി ജിം ഓട്ടോ പറഞ്ഞു. 2030 $1 ബില്യൺ ആഗോള യൂട്ടിലിറ്റി ലൈഫ് സ്റ്റൈൽ ബ്രാൻഡായി മാറാനുള്ള പദ്ധതിയുടെ സുപ്രധാന ചുവടുവെപ്പാണ് ഈ നിക്ഷേപണമെന്നായിരുന്നു റിവറിന്റെ സഹസ്ഥാപകനും CEOയുമായ അരവിന്ദ് മണിയുടെ വാക്കുകൾ. ഇന്ത്യയെ സൂപ്പറാക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ടയറുകൾ പോലെ മുന്നിലെ ഇരട്ട LED ലൈറ്റുകളും ക്രാഷ് ഗാർഡുകളും ഫ്രണ്ട് ഫുഡ് പെഗ്സും സെഗ്മെന്റിലെ തന്നെ ഏറ്റവും നീളത്തിലും വീതിയിലുമുള്ള സീറ്റുകളും സ്കൂട്ടറിലെ SUV എന്ന വിശേഷണം റിവർ ഇന്ത്യക്ക് അനുയോജ്യമാക്കുന്നുണ്ട്. റിവർ ഇന്ത്യക്ക് അതിന്റെ കൂറ്റൻ ബോഡി വർക്ക്, ട്വിൻ ബീം LED ഹെഡ്ലാമ്പുകൾ, വശങ്ങളിൽ സംയോജിപ്പിച്ചിരിക്കുന്ന പാനിയറുകൾക്കുള്ള ഹാർഡ് മൗണ്ടുകൾ എന്നിവയ്ക്കൊപ്പം ബോൾഡ് ഡിസൈൻ കൂടി ലഭിക്കുന്നുണ്ട്. ചങ്കി സീറ്റ്, പരന്നതും വീതിയുള്ളതുമായ ഫ്ലോർ ബോർഡ്, ഗ്രാബെയിൻ, ക്രാഷ് ഗാർഡുകൾ, കട്ടിയുള്ള ടയറുകളിൽ പൊതിഞ്ഞ അലോയ് വീലുകൾ എന്നിവ പരമ്പരാഗത സ്കൂട്ടറുകളെ അപേക്ഷിച്ച് അതിന്റെ പരുക്കൻ രൂപവും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്ന രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. സൈഡ് സ്റ്റാൻഡ് മോട്ടോർ കട്ട് ഓഫ്, റിവേഴ്സ് പാർക്കിംഗ് അസിസ്റ്റന്റ്, 90° വാൾവ് സിസ്റ്റം എന്നിങ്ങനെ പലതരം വെറൈറ്റി ഫീച്ചറുകളും ഉൾപ്പെടുന്നതാണ് പുതിയ സ്കൂട്ടർ. 43 ലിറ്ററിന്റെ അണ്ടർ സീറ്റ് സ്റ്റോറേജ് സ്പേസും 12 ലിറ്ററിന്റെ ഗ്ലൗ ബോക്സും വാഹനത്തിലെ മറ്റ് പ്രത്യേകതകളാണ്. കൂടുതൽ സാധനങ്ങൾ കൊണ്ടുപോകണമെങ്കിൽ 25 ലിറ്റർ ടോപ്പ് ബോക്സും 40 ലിറ്റർ വരെ ഉൾക്കൊള്ളാനാകുന്ന പാനിയർ സെറ്റും ഘടിപ്പിക്കാനുള്ള സൗകര്യവും സ്കൂട്ടറിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതിനോടൊപ്പം തന്നെ 2 USB ചാർജിംഗ് പോർട്ടുകളും സ്കൂട്ടറിൽ ഒരുക്കിയിട്ടുണ്ട്. 26 നാനോമീറ്റർ പീക്ക് ടോർക്ക് വികസിപ്പിച്ചെടുക്കുന്ന 6.7 കിലോവാട്ട്സ് ഇലക്ട്രിക് മോട്ടറിൽ നിന്നാണ് റിവർ ഇന്ത്യയിൽ പവർ എത്തുന്നത്. മണിക്കൂറിൽ 90 കിലോമീറ്ററാണ് ഇതിന്റെ പരമാവധി വേഗത. 4 കിലോവാട്ട് ബാറ്ററി പാക്ക് ഒറ്റ ചാർജിൽ 120 കിലോമീറ്റർ റേഞ്ച് വാഗ്ദാനം ചെയ്യുന്നു. ഒരു സാധാരണ ചാർജർ ഉപയോഗിച്ചുകൊണ്ട് തന്നെ 5 മണിക്കൂറിനുള്ളിൽ 80% വരെ സ്കൂട്ടർ ചാർജ് ചെയ്യാമെന്നാണ് റിവർ ഉറപ്പ് നൽകുന്നത്. 3.9 സെക്കൻഡുകൾ കൊണ്ട് 0 നിന്നും മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗത കൈവരിക്കാൻ കഴിയുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. ബാറ്ററിക്കും സ്കൂട്ടറിനും 5 വർഷം അല്ലെങ്കിൽ 1/2 ലക്ഷം കിലോമീറ്റർ വരെ വാറന്റിയാണ് കമ്പനി നൽകുന്നത്. ശ്യാം പുഷ്കർ, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് ഗിരീഷ് AD സംവിധാനം ചെയ്ത ചിത്രമാണ് പ്രേമലു. നെസ്ലിൻ, മമിത എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ചിത്രം ഇന്ത്യയുടെ പുത്തൻ ട്രെൻഡാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്. ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിന്റെ റോഡുകളിലേക്ക് ഇന്ത്യയുടെ കുതിപ്പുറപ്പാക്കാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം.